ഭാരതവും ഒമാനും സമഗ്ര സാമ്പത്തിക സഹകരണ ധാരണ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സയ്യിദുമാണ് ധാരണയിൽ ഒപ്പുവച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക രംഗത്തെ മികച്ച സഹകരണം ഉറപ്പാക്കുന്നതിനും നിക്ഷേപ സാധ്യതകളും വാണിജ്യ സാധ്യതകളും വർദ്ധിപ്പിക്കുന്നതിനും കരാർ പ്രയോജനം ചെയ്യും. ഭാരതത്തിന്റെ ക്യാബിനറ്റ് കരാർ ഒപ്പിടുന്നതിന് ഡിസംബർ 12-ന് അംഗീകാരം നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സുൽത്താൻ ഹൈതം ബിൻ താരിഖും ചേർന്നാണ് സമഗ്ര സാമ്പത്തിക ധാരണ ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെയും സാമ്പത്തിക സഹകരണത്തെയും ശാക്തീകരിക്കുന്നതാണ് ധാരണ. നിലവിൽ ഭാരതീയ ഉൽപ്പന്നങ്ങൾക്ക് ഒമാൻ ചുമത്തുന്ന ശരാശരി താരിഫ് 5%. പരസ്പരം ചുമത്തുന്ന താരിഫുകളിൽ കാര്യമായ ഇളവ് വരുത്തുന്നതിനാണ് പുതിയ കരാറിലെ മുഖ്യ ഊന്നൽ. $4.1 ബില്യൺ കയറ്റുമതിയാണ് ഒമാനുമായി ഭാരതം നടത്തുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളും എയർക്രാഫ്റ്റ് ഉൾപ്പെടെയുള്ള സങ്കീർണ ഉപകരണങ്ങളുടെ ഘടകഭാഗങ്ങളും ഭാരതം കയറ്റുമതി ചെയ്യുന്നുണ്ട്. $6.6 ബില്യൺ ഇറക്കുമതിയാണ് ഒമാനിൽ നിന്നും ഭാരതം നടത്തുന്നത്. അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവുമാണ് പ്രധാന ഇറക്കുമതി ഉൽപ്പന്നങ്ങൾ. വളം നിർമ്മാണത്തിന് ആവശ്യമായ രാസവസ്തുക്കളും ഒമാനിൽ നിന്നും ഭാരതം ഇറക്കുമതി ചെയ്യുന്നു. നിക്ഷേപരംഗത്തും പരസ്പരം സഹകരിക്കുന്നതിനും ധാരണയിൽ വകുപ്പുകൾ ഉൾച്ചേർത്തിട്ടുണ്ട്. ഈ ധാരണകളെല്ലാം തന്നെ സമഗ്രമായി നടപ്പാക്കുന്നതിനുള്ള കരാറുകളാണ് ഇന്ന് യാഥാർത്ഥ്യമായത്. ചരിത്രപരമായ വാണിജ്യ ബന്ധമാണ് ഒമാനും ഭാരതവും തമ്മിൽ നിലനിൽക്കുന്നത്. നിക്ഷേപ വാണിജ്യ രംഗങ്ങളിൽ സമഗ്രമായ ധാരണ വരുന്നതോടെ ഇരു രാജ്യങ്ങളും മികച്ച സാമ്പത്തിക മുന്നേറ്റത്തിന് സാക്ഷിയാകും. പ്രതീക്ഷയോടെയാണ് ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക സഹകരണ ധാരണയെ ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപകരും നോക്കിക്കാണുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.